ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ്. നമുക്ക് ഒരു നെത്തോലി ഫ്രൈ ചെയ്താലോ? നെത്തോലി ഫ്രൈ ചെയ്യാനും നല്ലതാണ്. നമുക്ക് പീര പറ്റിക്കാം, തോരൻ വയ്ക്കാം. ചെറുതാണ്, ചെറിയ നെത്തോലിയാണ് പീര പറ്റിക്കുന്നത്. വളരെ ഗുണങ്ങളുള്ളൊരു മീനാണ് നെത്തോലി. കുട്ടികളുടെ എല്ലിനും പല്ലിനും ഒക്കെ നല്ലതാണ് ഇതിൻ്റെ മുള്ളുൾപ്പെടെ കഴിക്കുന്നത്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, ചർമ്മത്തിൻ്റെ ഗുണത്തിന് നല്ലതാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു മീനാണ് നെത്തോലി. വൃത്തിയുള്ളതും, നെത്തോലിക്ക് നല്ല വൃത്തിയുള്ളൊരു മീനുമാണ്. അധികം അഴുക്കുമില്ല. അപ്പോൾ നിങ്ങളിത് ഫ്രൈ ചെയ്തോ തോരൻ വെച്ചോ ചെയ്യാം. നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾ, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നേരത്തെ ഒന്ന് പുരട്ടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഒരു 10 മിനിറ്റോളം നമ്മളിത് പുരട്ടി അരപ്പൊക്കെ നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നല്ലപോലെ നമുക്കത് വറുത്തെടുക്കാം. ഇത് നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ അധികം മൂത്ത് പോകരുത്, തിരിച്ചും മറിച്ചും ഇട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പം ഇതിൻ്റെ മുള്ളൊന്നും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. നമുക്കത് മുള്ള് ഉൾപ്പെടെ ചവച്ച് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കും വളരെ ഇഷ്ടമായിരിക്കും. കുട്ടികൾക്ക് ഇത് കഴിക്കുന്നതും വളരെ ഗുണമാണ്. ഇത് നമ്മൾ ഇത് വെച്ച് തന്നെ പൊരിച്ചെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, അതിൻ്റെ ടേസ്റ്റും നഷ്ടപ്പെടും. ഒരു വശം മൂത്തതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. നല്ല തിരിച്ചിട്ട് 2 വശവും നല്ലപോലെ മൂത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. നല്ല ടേസ്റ്റുള്ളൊരു നെത്തോലി ഫ്രൈ ആണിത്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.